മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അത്യഭിവന്യ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ തിരുമേനി, ഈ സഭയിലെ അനുഗ്രഹീതരായ മെത്രാപ്പൊലീത്തമാരെ, അഭിവന്ദനായ കുറിയാക്കോസ് മാർ ഒസ്താത്തിയോസ് തിരുമേനി, വന്യനായ സുവിശേഷ പ്രഘോഷകൻ ദാനിയേൽ പൂർണ്ണത്തിലച്ചൻ, ഈ സഭയിലെ അനുഗ്രഹീതരായ വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി, സഭാസ്ഥാനീയരെ, വന്യ ഗോറപ്പിസ്കോപ്പമാരെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടും കൃതജ്ഞതയോടും അഭിമാനത്തോടും കൂടിയാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുക. അനേകം തവണ ഭാഗ്യസ്മരണാർഹനായ അബൂൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ നാളുകളിൽ ഈ സഭാ ആസ്ഥാനത്ത് ഞാൻ വന്നിട്ടുണ്ട്. ബാവ തിരുമേനിയുമായി ഇവിടെയും തിരുവനന്തപുരത്തും പരിശുദ്ധ ബദർഗീസ് ബാവ തിരുമേനിയുടെ സന്ദർശന വേളയിൽ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പങ്കിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അരമനയുടെ ചാപ്പലിൽ ശ്രേഷ്ഠ ബാവ തിരുമേനിയും ഞാനും ഒരുമിച്ച് അന്നത്തെ സഭയുടെ വളരെ കലുഷിതമായ നാളുകളിൽ ഒരുമിച്ച് സഭയുടെ കൂട്ടായ്മ, സഭയുടെ ബലം, സഭയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധികളിലെ പരിഹാരം ഇവ തേടി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്ന് ഞാൻ ബാവ തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ട്, ശ്രേഷ്ഠ ബാവ തോമസ് പ്രഥമൻ ബാവയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം കയ്യിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ബാവ തിരുമേനിയുടെ സജീവമായ ഒരു സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണിത്. ബാറയ്ക്കുമോർ പറഞ്ഞ് അദ്ദേഹത്തെ തോൽപ്പിക്കുക അസാധ്യമാണ്. ബാറയ്ക്കുമോർ എന്ന് പറഞ്ഞ് സംഭാഷണം തുടങ്ങുമ്പോൾ തിരിച്ച് ബാറയ്ക്കുമോർ എന്ന് ഞാൻ പറയുമ്പോൾ രണ്ട് ബാറയ്ക്കുമോർ അങ്ങേ തലയ്ക്കിൽ നിന്ന് വീണ്ടും വരും. ബാറയ്ക്കുമോർ അവസാനിപ്പിക്കുന്നത് തന്നെ ഒരു 10 മിനിറ്റ് എടുക്കും. അദ്ദേഹത്തെ തോൽപ്പിക്കുക സാധ്യമല്ല. അതിനുശേഷം പറയും, പുത്തൻകുരിശിൽ നിന്ന് വൃദ്ധനാ വിളിക്കുന്നത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അതിനോടടുത്ത് വരികയാണ് എന്ന്. വളരെ സൗഹൃദപരമായി, വളരെ സാഹോദര്യത്തിൽ, വളരെ ബന്ധത്തിൽ മുൻപോട്ട് നീങ്ങിയിട്ടുള്ള ഒരു മഹാപുരോഹിതനാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പിതാവിൻ്റെ ഞാൻ സൂചിപ്പിച്ച് അതിൽ അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്തിന് അടുക്കാറായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിയോ? പുത്തൻകുരിശിൽ നിന്ന് ഇറങ്ങിയോ? പുത്തൻകുരിശിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സമയമായി, ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പട്ടത്ത് വരും എന്ന്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ സഭയിലെ ഒരു മകളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുക്കൽ ഒരു ശുപാർശ പറയാൻ ഈ ബാവ തിരുമേനി വന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വലിയ ബുദ്ധിമുട്ടായി. പിതാവ് വരാൻ പാടില്ലായിരുന്നു.
എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോഴേ ഞാൻ പറയത്തില്ലേ ഇത് നടക്കുകയില്ലെന്ന്. പറഞ്ഞു, ആ ഉത്തരവ് ഞാൻ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ പറയാതെ വന്നത് എന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ യേസും നോയും ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചതൊരു ബാബാ തിരുമേനി പുത്തൻകുരിശിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ടുന്ന ഒരു കാരണമായി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറയാൻ മാത്രം വന്നതാണ് എന്നെനിക്കറിയാം. മറ്റ് ചടങ്ങുകളൊന്നും അവിടെയില്ല. തിരികെ പുത്തൻകുരിശിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഈ ചെറിയ മനുഷ്യൻ ഈ വലിയ സഭയുടെ ഭാഗമായ മലങ്കരയിലെ യാക്കോബായ സുറിയാനി സഭയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, അവിശ്വസനീയമായ സഹനത്തോടെ ഒരു സഭയെ അതിൻ്റെ ഏറ്റവും ബലഹീനമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖ്യധാരയിൽ നിർത്തി ഇന്ന് സുവർണശോഭയിൽ പത്രോസിൻ്റെ അന്ത്യോക്യയിലെ സിംഹാസനത്തോട് ചേർന്ന് നിന്ന് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബാ തിരുമേനി ഈ സഭയെ അനുഗ്രഹീതമായി ഔന്നത്യങ്ങളിലേക്ക് നയിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലെ വലിയൊരു ചൈതന്യം ശ്രേഷ്ഠ ആബൂൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബാ തിരുമേനി നൽകിയതാണ്. അതിൻ്റെ ഒരു നന്മയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എളിയവനായ എനിക്ക് ഈ സഭ നൽകുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ കാതോലിക്ക ബാബാ തിരുമേനിയെ ഹൃദയപൂർവ്വം ഓർക്കുന്നു. ഇത് എളിയവനായി എനിക്ക് തരുവാൻ ഈ സഭ, പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബാ തിരുമേനിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു എന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് അത് വളരെ എനിക്ക് ഭാഗ്യമായി എന്നതാണ് സത്യം. ചിലപ്പോൾ അങ്ങനെ ചില ബുദ്ധിമോശമൊക്കെ ചിലർക്ക് വ്യക്തിപരമായി സന്തോഷമാകുമല്ലോ. ശ്രേഷ്ഠ കാതോലിക്ക ബാബാ തിരുമേനി ഇന്ന് സമ്മാനിച്ച ഈ ഒരു വലിയ പുരസ്കാരം, ഇത് ഈ പരിശുദ്ധ സഭയുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടുള്ള ആത്മബന്ധത്തിൻ്റെ ജീവിക്കുന്ന അടയാളമായി ഇതെപ്പോഴും കാത്തു സൂക്ഷിക്കും. അത് ഞാൻ ഉറപ്പു തരുന്നു. എൻ്റെ കാലശേഷവും ഇത് അടുത്ത കാതോലിക്ക ബാബായുടെ ഓഫീസിൽ ഈ അടയാളം സജീവമായി നിൽക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാബാ തിരുമേനി ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമുണ്ട്. മലയാളം അറിയാവുന്നവർക്കും സുറിയാനി സഭകളെ അറിയാവുന്നവർക്കും ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ബാബാ തിരുമേനിയുടെ കാതോലിക്ക വാഴ്ചയിൽ ലബനോനിൽ സംബന്ധിക്കുന്നതിന് ഭാഗ്യമുണ്ടായി. ഇവിടുത്തെ സിംഹാസന ആരോഹണ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിന് ഭാഗ്യമുണ്ടായി. പിന്നെ തിരുമേനിയെ പലയിടങ്ങളിൽ സ്വീകരിക്കുന്നതിന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പിൻതലമുറക്കാരനായി മലങ്കരയിലെ ഈ സഭയെ നയിക്കുന്നതിന് നിയോഗം വന്നിരിക്കുന്നത് മനുഷ്യൻ നൽകിയ നിയോഗമല്ല, സ്വർഗം നൽകിയ നിയോഗം തന്നെയാണ്. അതിൽ ഞങ്ങളെല്ലാവരും പൂർണ്ണമായി സന്തോഷിക്കുന്നു. ഞാൻ ഈ പിതാവിനെക്കുറിച്ച് ഇതാരാണ് എന്ന് ചോദിച്ചത് 1994 അത് ചോദിച്ചത് ഈ ഒസ്താത്യോസ് തിരുമേനിയോടാണ്. ഭാഗ്യസ്മരണാർഹനായ
ബെനഡിക്റ്റ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ് കാലം ചെയ്തപ്പോൾ വന്ധ്യപിതാവിൻ്റെ വിലാപയാത്ര തുടങ്ങുന്നത് പാളയം സെൻറ് മേരീസ് അന്നത്തെ പ്രോ കത്തീഡ്രൽ എന്ന് വിളിക്കുന്ന ഇപ്പോഴത്തെ സമാധാന രാജ്ഞി ബസിലിക്കയിൽ നിന്നാണ്. ആ ദേവാലയത്തിൻ്റെ പടിയിൽ നിന്നുകൊണ്ട് ഒരു കൊച്ചുമെത്രാച്ചൻ പ്രസംഗിക്കുന്നത് മനോരമ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നതാണ്. 94 റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാനിടയായത്. ഉസ്താദ് തിരുമേനിയോട് ഞാൻ ചോദിച്ചു, ഇതാരാണ് ഈ സുന്ദരനായ കൊച്ചുമെത്രാച്ചൻ? പ്രായത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ മറ്റേ പറഞ്ഞ ആദ്യത്തെ വിശേഷണത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഉസ്താദ് തിരുമേനി പറഞ്ഞു, ഇതാണ് പരിമല തിരുമേനിയുടെ കുടുംബത്തിലെ ഗ്രിഗോറിയോസ് തിരുമേനി. അതാണ് തിരുമേനിയെ അടുത്ത് അറിയുന്നതിനുള്ള ആദ്യത്തെ ഒരു ഇടപെടൽ. ഒരു ഫോൺ വിളിക്കും, ഫോൺ വിളിയില്ലാതെയും ഹൃദയതുല്യം സംസാരിക്കുന്നതിന് സാധിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ രണ്ടുപേരും വന്നു എന്നതുള്ളത് ഒരു പരമാർത്ഥമാണ്. എന്നാൽ അതോടൊപ്പം ഈ രണ്ട് സഭകളും വളരെ അടുത്ത് വന്ന് സഭാപരമായ ഒരു ബന്ധത്തിൽ വളരുന്നു എന്നുള്ളത് ഞാൻ ഏറെ അഭിമാനത്തോടു കൂടി കരുതുന്നു. പരിശുദ്ധ പാത്രികീസ് ബാവ തിരുമേനിയോട് എനിക്ക് ഏറെ ഹൃദയത്തിൽ അടുപ്പത്തോടുകൂടി ഇടപഴകുന്നതിന് സാധിക്കുന്നതും ഈ സഭയുമായുള്ള ഈ ബന്ധത്തിൻ്റെ ഒരു ഔന്നത്യമായി ഞാൻ കാണുന്നു. പരിശുദ്ധ പിതാവ് ഈയിടെ മഞ്ഞനിക്കരയിൽ വന്നപ്പോഴും പരിശുദ്ധ പിതാവിനെ പോയി കാണുന്നതിനും സംസാരിക്കുന്നതിനുമൊക്കെ പരിശുദ്ധ പിതാവും ഇതുപോലെ ഈസ് എ മാൻ ഓഫ് സർപ്രൈസസ്. എൻ്റെ മൂത്ത സഹോദരി മരിച്ചപ്പോൾ പ്രാർത്ഥനയും അനുശോചനവും അറിയിച്ച് എനിക്ക് അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എനിക്ക് സന്ദേശം അയച്ചു. വാസ്തവത്തിൽ എന്നെ അത് ഞെട്ടിച്ചു കളഞ്ഞു. അത് എല്ലാം ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം ഈ സഭയെ തുടർന്നും ശക്തമായി സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കരയിലെ സഭകളുമായെല്ലാം നല്ല ബന്ധത്തിൽ സാഹോദര്യത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ് മലങ്കരയിലെ സുറിയാനി കത്തോലിക്ക സഭ. അതിൻ്റെ ഉള്ളും അർത്ഥവുമെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു വലിയ ആത്മബന്ധമുള്ള സഭ എന്ന നിലയിൽ ഈ ബന്ധം കർത്താവ് കൂടുതൽ സുദൃഢമാക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറവുള്ളതാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ സഭയോട് ഇത്രയും ബന്ധം അതിൽ വളരുവാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനവും ആത്മസംതൃപ്തിയുമാണ് എന്ന് പരസ്യമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ വലിയ സന്തോഷം നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ അറിയിക്കുവാൻ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പം ഈ കാലത്ത് അനിവാര്യമാണ്. അറിയാവുന്ന പ്രാർത്ഥന ഒരുമിച്ച് വെവ്വേറെ സ്ഥലങ്ങളിൽ നിന്ന് ചൊല്ലുന്നു എന്നുള്ളത് ഒരടുപ്പമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് അടുപ്പമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഒരേ ദൈവത്തിലേക്ക് വരുന്നു എന്നുള്ളത് അടുപ്പമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ പരീക്ഷണങ്ങൾ നമ്മെ കൂടുതൽ അഭിനന്യ ബാവാ തിരുമേനി സൂചിപ്പിച്ചതുപോലെ അവരവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനന്യതയ്ക്ക് ഒരിക്കലും നഷ്ടം വരാതെ അതിനെ പരിരക്ഷിച്ചുകൊണ്ട് സഭാബന്ധങ്ങൾ ശക്തമാക്കേണ്ടുന്ന നാളുകളിലാണ് നാം ജീവിക്കുക. പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിനന്യ തിരുമേനി എനിക്ക് മനോഹരമായ ഏതാനും സമ്മാനങ്ങൾ തന്നു. പുരസ്കാരം, അതുപോലെ തന്നെ അതിൻ്റെ പ്രശസ്തി പത്രം, അതിമനോഹരമായ പരിശുദ്ധ അമ്മയുടെ ഒരു ഐക്കൺ ഒരു കവറിൽ
അല്പം കനമുള്ളതാണെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നന്മയിലും ഞാൻ സ്വീകരിക്കുന്നു. എനിക്കൊരു അപേക്ഷ ശ്രേഷ്ഠ ബാബാ തിരുമേനിയോടുണ്ട്. അനാദരവായി കാണരുത്. എന്നെ ഏൽപ്പിച്ച ആ കനമുള്ള കവറ് ഞാൻ ശ്രേഷ്ഠ ബാബാ തിരുമേനിയെ ഏൽപ്പിക്കുകയാണ്. കനം കുറഞ്ഞു പോയത് കൊണ്ടല്ല. പിതാവേ, ഈ സഭയിലെ പഠിക്കുവാൻ സമൃദ്ധമായി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള, എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് പഠിക്കുവാനുള്ള സഹായം അത് പിതാവ് എൻ്റെ പേരിൽ കൊടുക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം. എനിക്ക് വലിയ സന്തോഷമാണ് പിതാവ് അത് ചെയ്യുമ്പോൾ. ഈ പെൺകുട്ടിക്ക് പഠിക്കുവാൻ സാധിച്ചോ എന്നുള്ള വിവരം പിതാവ് എന്നെ അറിയിക്കുമ്പോഴും ഞാൻ ഏറെ സന്തോഷവാനായിരിക്കും. ദൈവം ആ മകളെയും അനുഗ്രഹിക്കട്ടെ. തെറ്റിദ്ധരിച്ചു പോകരുത്. എനിക്ക് സമ്മാനം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ പതിവ് തുടരും എന്ന്. ഇതിൻ്റെ ഈ സന്തോഷകരമായ കൂടിവരവിൽ നിങ്ങളെല്ലാവരോടും ചേർന്ന് എൻ്റെ സഭയിൽ നിന്ന് ഇത്രയും ബഹുമാനപ്പെട്ട വൈദികർ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. എൻ്റെ അനുവാദമില്ലാതെ ചില കാര്യങ്ങളൊക്കെ സഭയിൽ ചിലത് ചെയ്യുന്നുണ്ട് എന്ന് ഒരു പരാതി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്. ഞാനിവിടെ പുത്തൻകുരിശിൽ വരുമ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് തിരുവനന്തപുരത്തു നിന്ന് യാത്ര ചെയ്തവരാണ്. ഹതഭാഗ്യരായ കുറച്ച് പേര് വഴിയിൽ ഇപ്പോഴും നിപ്പുണ്ട്. അവരുടെ വണ്ടി ശരിയായില്ലെന്ന് തോന്നുന്നു. പന്നി ജനറാൾ അച്ഛൻ്റെ വർക്കിയാറ്റുപുറത്ത് ഗോറെപ്പിസ്കോപ്പ ഞങ്ങളുടെ വികാരി ജനറാൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ, തിരുവല്ലായിൽ നിന്ന് മുൻ വികാരി ജനറാൾ വന്യനായ ചെറിയാൻ താഴമണ്ണച്ചൻ്റെ നേതൃത്വത്തിൽ, മൂവാറ്റുപുഴ നിന്ന് വികാരി ജനറാൾ തോമസ് ഞാറക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട അച്ഛന്മാർ ഇവിടെ വന്ന് എന്നോടൊപ്പം ഈ വലിയ ബന്ധത്തിൽ, ഈ സഭയുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ സന്തോഷം പ്രകടമാക്കിയതിന് ഞാൻ ഹൃദയംഗമമായി വ്യക്തിപരമായി നന്ദി പറയുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സുവിശേഷ സന്ധ്യ നമ്മുടെ അനുഗ്രഹീതനായ ദാനിയേൽ പൂർണ്ണത്തിൽ അച്ഛൻ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം പകരുന്നു. അച്ഛൻ എൻ്റെ ഒരു വൈദികനാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം എന്നെ നോക്കാതെ ഇരിക്കുന്നത്. ലോകമറിയുന്ന ഒരു സുവിശേഷ പ്രസംഗകനാണ്. ഈ നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. ഞാൻ ഉപദേശിച്ച് ഇങ്ങനെ ഈ പരുവത്തിൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹം നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നയാളായിരുന്നു. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനക്കുറവുകൊണ്ടാണോ അങ്ങനെയാണെന്ന് ഞാൻ ധരിച്ചിരുന്നത്. മാർ ഇവാനീസ് കോളേജിൽ നിന്ന് ഒക്കെ പഠിച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തി മാസ്റ്റേഴ്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ഒരാളാണ്. അപ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, മാർ ഇവാനീസ് കോളേജിൽ ഇനി ഇംഗ്ലീഷ് ഒഴിവ് വരുമ്പോൾ അച്ഛനെ അവിടെ അപ്പോയിൻ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് വലിയ സന്തോഷമൊക്കെയുള്ള മട്ടിൽ കണ്ണുമൊക്കെ ഉരുട്ടി കാണിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, പിതാവിനെ ഒന്ന് കാണണം. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ഇനി 6 മാസത്തെ ശമ്പളം ഒരുമിച്ച് തിരുമേൻ്റെ കൈ കൊണ്ട് തരാൻ വന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ നോ എന്നും പറഞ്ഞില്ല, സന്തോഷത്തോടെ വരാൻ പറഞ്ഞു. വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വിളി ഇതാന്ന് തോന്നുന്നില്ല, കോളേജിൽ പഠിപ്പിക്കുന്നതല്ല, സുവിശേഷം പ്രസംഗിക്കുന്നതാണ് എൻ്റെ വിളി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചു നോക്കട്ടെന്ന്. 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അത് തന്നെയാണ് എൻ്റെ ബോധ്യം. ഞാൻ പറഞ്ഞു, എനിക്കും അങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയത്.
അച്ഛൻ കോളേജിൽ പഠിപ്പിക്കേണ്ട, നല്ലൊരു കോളേജല്ലേ, അത് വഴിയാധാരമായി പോകാൻ പാടില്ലല്ലോ. പാതി മനസ്സോടെ അവിടെ നിന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അച്ഛൻ്റെ വഴിയെ പോകാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ടാമത് ഒരാലോചനയ്ക്ക് നിൽക്കാതെ ഒരു കാര്യം ഞാൻ പറയാം. മറിവാനിസ് തിരുമേനിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഭാരതം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാ മനുഷ്യരെയും കർത്താവായ യേശുവിനെ കുറിച്ച് അറിയിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിൽ ഇന്ന് ഈ പുരോഹിതനെ നമ്മുടെ കറുത്തകുപ്പായവും ഹൈമ്നിയായും ഇട്ട് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ ഈ പുരോഹിതനെ ദൈവം നിയോഗിച്ചിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നല്ല നിറവ് നൽകി അനുഗ്രഹിച്ചിരിക്കുമ്പോൾ എനിക്ക് വലിയ ആത്മസാഫല്യമാണ്. ഇംഗ്ലീഷിൻ്റെ ആ പോസ്റ്റ് അത് അച്ഛനുള്ളതായി ഞാൻ മാറ്റിവെച്ചപ്പോഴും സുവിശേഷത്തിൻ്റെ ഒരു പ്രഭാഷകനും പ്രഘോഷകനും പ്രചാരകനുമായി അദ്ദേഹത്തെ സ്വർഗം ഉയർത്തിയതാണ് എനിക്ക് ലഭിച്ച വലിയൊരു പ്രമോഷൻ എന്ന് ഞാൻ കരുതുന്നു. അച്ഛൻ ഇന്നിവിടെ നമ്മളോട് സുവിശേഷ വചനം പറയുമ്പോൾ എനിക്ക് വലിയ ആത്മസംതൃപ്തിയുണ്ട്. അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ അച്ഛൻ നിർവഹിക്കുമ്പോൾ ഈ പരിശുദ്ധ സഭയുടെയും പ്രാർത്ഥന അച്ഛനോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ സ്നേഹത്തോടു കൂടി നിർദ്ദേശിക്കുന്നു. അച്ഛൻ്റെ പ്രഭാഷണത്തിൻ്റെ സമയം ഞാൻ എടുക്കുന്നില്ല. ആമുഖ സന്ദേശം എന്നുകൂടി എഴുതിയത് കൊണ്ടൊരു വാക്കാ പറയാം. നാം ഒരു വർഷത്തിൻ്റെ സമാപനത്തിലാണ്. ഈ സഭയെ സംബന്ധിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്കും ഒരു പുതിയ ചുവടുവയ്പ്പിലേക്കും ദൈവം ഈ സഭയെ പിടിച്ച് ഉയർത്തി. ഇത് ദുർബലമായി പോയേക്കും, ദുർബലമായി പൊക്കോളും എന്ന് വ്യത്യസ്തമായി കരുതിയിട്ടുള്ള ഒരു ജനസമൂഹത്തിൻ്റെ മധ്യേ കൈപിടിച്ച് ദൈവം ഉയർത്തി അടുത്ത ഘട്ടത്തിലേക്ക് ഇതാ നിയോഗിച്ചിരിക്കുമ്പോൾ നന്ദി പറയാൻ നാം ഒരുപാട് കടപ്പെട്ട സഭയാണ് എന്നത് ഞാൻ സന്തോഷത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. നന്ദി പറയാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ മഹാരഥനായ ശ്രേഷ്ഠ ആബൂൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബാ തിരുമേനിയുടെ ആ വലിയ മഹാപുരോഹിത ശുശ്രൂഷയുടെ സുവർണ ജൂബിലിയും അദ്ദേഹത്തിൻ്റെ രാജോചിതമായ യാത്രയയപ്പും സ്വർഗപ്രവേശനവും എല്ലാം ഈ സഭ അതിൻ്റെ ചരിത്രത്തിൻ്റെ നാൾ വഴികളിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തി ആത്മസംതൃപ്തിയിൽ നിൽക്കുമ്പോൾ ഉചിതമായ സമയത്ത് പരിശുദ്ധ പാത്രിക്കീസ് ബാബാ തിരുമനസ്സുകൊണ്ട് ഈ സഭയുടെ നെടുനായകത്വം വഹിക്കുന്നതിന്, ഈ പ്രാദേശിക സഭയ്ക്ക് നേതൃത്വം നൽകുന്നതിന് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബാ തിരുമേനിയെ കൈപിടിച്ച് സിംഹാസനത്തിലേക്ക് ഉയർത്തി മലങ്കരയുടെ അധിപനാക്കി നിയോഗിച്ച് അഭിഷേകിച്ച് നമുക്ക് നൽകിയപ്പോൾ നന്ദി പറയുവാൻ ഈ സഭയ്ക്ക് ഏറെ കാരണങ്ങളുണ്ട്. സഭയിൽ കൂട്ടായ്മ വളരെയേറെ വർദ്ധമാനമായിരിക്കുന്ന പരിശുദ്ധാത്മ നിറവ് പുറമേ നിന്നും അടുത്തു നിന്നും കാണുന്നവരാണ് ഞങ്ങൾ. ഒരേ മനസ്സോടെ അഭിമന്യരായ പിതാക്കന്മാർ ഒരുമിച്ച്, വൈദിക സമൂഹം ഒരുമിച്ച്, ദൈവജനം ഒരുമിച്ച് ഒരേ സഭയെന്ന വലിയ ബന്ധത്തിൽ മുന്നേറുമ്പോൾ അനിതര സാധാരണമായ ഒരു സാക്ഷ്യം ഈ സമൂഹത്തിന് നൽകുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതിൽ ആത്മസംതൃപ്തിയോടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാരണം കൂടി വരിക, ഇത്രമാത്രം കരുതൽ നൽകിയ ഒരു ദൈവം അതിശയകരമായി നമ്മെ ഈ കാലഘട്ടത്തിൽ സംരക്ഷിച്ച് നിർത്തി. നന്ദി പറയാൻ നമുക്ക് കാരണം, നമുക്ക് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി എന്ന് പറയാൻ ഒരു വർഷത്തിൻ്റെ അവസാനം ഈ അനുഗ്രഹീതമായ കൂടാരം നമുക്കൊരവസരം ഒരുക്കിയിരിക്കുക. ദൈവം ആത്യന്തികമായി ദൈവം നടത്തും. മറ്റെല്ലാം ഭാഗികമാണ്, മറ്റെല്ലാം ആപേക്ഷികമാണ്. മറ്റെല്ലാം ഉപേക്ഷിച്ചു പോയാലും ഉപേക്ഷിക്കാത്തവനായ ദൈവം
എൻ്റെ വാത്സല്യമുള്ള എൻ്റെ സ്വർഗത്തിലെ അപ്പൻ പുത്രനെ നൽകിയ ഈ പിതാവ് എന്നെ സംരക്ഷിക്കും. ഇത് നമുക്ക് അനുഗ്രഹമായി ഹൃദയത്തിൽ സ്വീകരിക്കാം. നമ്മൾ ഈ ലോകത്തിലെ ഏതാനും സൗകര്യങ്ങൾ കണ്ട് ഏതാനും ദിനങ്ങളിലേക്ക് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ പ്രാപ്തിയുണ്ടെന്ന് നാം കരുതുന്ന അധികാരമോ പണമോ സമ്പത്തോ ആരോഗ്യമോ വസ്തുവകകളോ ഇതെല്ലാം നാം നോക്കുമ്പോൾ നാം മതിമറന്നു പോകാൻ ഇടയുണ്ട്. എന്നാൽ ദൈവത്തെ മുഴുവൻ കണ്ട ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ മകനെ മകളെ നീ ഓർക്കുക, നിനക്ക് ദൈവം മാത്രം മതി, നിനക്ക് ദൈവം മാത്രം മതി, ബാക്കിയെല്ലാം കർത്താവ് തന്നെ പറഞ്ഞില്ലേ, മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിനക്ക് സർവവും ലഭിക്കും. നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അതല്ലേ ഓർമ്മപ്പെടുത്തുക? അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതലിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി, എനിക്ക് ദൈവം മാത്രം മതി. ഈ വർഷത്തിൻ്റെ അവസാനം അങ്ങനെ ഒരു ഹൃദയബന്ധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് അടുത്തു വരാം. കഷ്ടവും ക്ലേശവും ഒക്കെ ഏറി വരുമ്പോൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്ന മനുഷ്യൻ്റെ ഒരു പ്രകൃതമുണ്ട്. അതെന്തോ ശിക്ഷയായി, ദൈവകോപമായി, ദൈവം തള്ളിക്കളഞ്ഞതിൻ്റെ അടയാളമായി ഒക്കെ കാണുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതിയുണ്ട്. തന്മൂലം നമുക്ക് സമാധാനം നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും. പ്രത്യാശയില്ലാതെ എങ്ങനെയാ ജീവിക്കുക? അത് ഈ സഭയെ സംബന്ധിച്ച് എത്ര അർത്ഥവത്താണ്. ദൈവം നടത്തും. ഞാനൊരിക്കൽ നമ്മുടെ മണർകാട് അടുത്തുള്ള നമ്മുടെ ധ്യാന കേന്ദ്രമുണ്ടല്ലോ തൂത്തുട്ടിയിൽ, അവിടെ ഒരു വർഷത്തിൻ്റെ അവസാനം ഡിസംബർ 31 അഭിനന്ദനായ പീലസ്തീനോസ് തിരുമേനി എന്നെ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 31 ഡിസംബർ 31, എല്ലായിടത്തും ഇത് ഒരേ ഡേറ്റാണ്, എനിക്ക് രാത്രി ആരാധനയുണ്ട് എന്ന് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, മനസ്സ് അത്രമാത്രം അങ്ങനെ സമ്മർദ്ദപ്പെട്ടിരിക്കുമ്പോൾ ബാബ ഒന്ന് വരണം. ഞാൻ തിരുമേനിയുടെ ആ വാക്കിലെ അർത്ഥം മനസ്സിലാക്കി ഞാൻ അവിടെ ചെന്നു. 31 വൈകിട്ട് 8 മണിക്ക് ആരാധിക്കുന്ന കുറേ ദൈവമക്കൾ അവിടെയുണ്ട്, വൈദികരുണ്ട്. ഞാൻ അവസാനമായി അവരോട് പറഞ്ഞിട്ട് പോയ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇവിടെ ഇനി തിരികെ വരുന്നതിന് മുൻപ് ദൈവം ജീവിക്കുന്നവനാണെന്നും ദൈവം കൈപിടിച്ചുയർത്തുന്നവനാണെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ വിട്ടുകളയുന്നവനല്ല എന്ന് പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ കരം പിടിച്ച് പോകുമ്പോൾ നമ്മൾ കുരിശ് കണ്ട് ഭയപ്പെടുന്നവർ ആകരുത്. നീതിമാനായ യോബിൻ്റെ ജീവിതത്തിൻ്റെ അടയാളം നമുക്ക് ഓർക്കാമല്ലോ. എല്ലാ ക്ലേശങ്ങളുടെയും മധ്യേ പരീക്ഷണങ്ങൾക്ക് പുറമേ പരീക്ഷണങ്ങൾ, അതിൻ്റെ മീതെ പരീക്ഷണങ്ങൾ. ആ മനുഷ്യൻ പറഞ്ഞത് അവസാനിപ്പിച്ചത് എന്താ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങനെ പറയാൻ കഴിയുമ്പോൾ ദൈവം അവിടെ വന്നതിൻ്റെ അടയാളമല്ലേ? ദൈവം ഈ മനുഷ്യനെ ഭരിക്കുന്നതിൻ്റെ അടയാളമല്ലേ? സാത്താൻ അങ്ങനെ പറയാൻ കഴിയുമോ? സാത്താൻ അങ്ങനെ പറയിപ്പിക്കുമോ? ദൈവത്തിന് മാത്രമേ കഴിയൂ. അപ്പം നമുക്ക് ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ദൈവം മതി, പൈതൽ പ്രായം മുതൽ എന്നെ പോറ്റി വളർത്തുന്ന ദൈവം മതി, നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ശ്ലീഹ പറയുന്നത് പോലെ, യുവർ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ മീ, നിന്റെ കൃപ എനിക്ക് മതി, കർത്താവ് മതി എനിക്ക്. അപ്പം ഈ കർത്താവ് മതി എന്ന് പറയുമ്പോൾ എല്ലാ ക്ലേശവും വിട്ടുപോയി എന്ന് ധരിക്കരുത്.
ഒരുവൻ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ വന്നുകൂടുമെന്ന് നമുക്കറിയാം. ഇതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ദൈവബന്ധത്തിൽ അതിൻ്റെ ഉള്ളർത്ഥം തിരിച്ചറിയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ക്രൂശ് ഇല്ലാതെ ക്രിസ്ത്യാനി ഇല്ലല്ലോ. കുരിശില്ലാതെ ക്രിസ്ത്യാനിയെ എങ്ങനെ ഓർക്കും? നമ്മൾ ഏത് പുതിയ പേര് പറഞ്ഞാലും കുരിശില്ലാത്തത് ക്രിസ്ത്യാനിയുടെ അടയാളമല്ലല്ലോ. കുരിശ്, നാം കുരിശിൽ അവസാനിക്കുന്നില്ല. നാം സ്ലീബ എന്ന് പറയുമ്പോൾ നാം കുരിശ് വരയ്ക്കുന്നുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശിൽ നഗ്നനാക്കപ്പെട്ടവൻ, വലിച്ചു നീട്ടപ്പെട്ടവൻ, കുരിശിൽ ആണി അടിച്ച് തറയ്ക്കപ്പെട്ടവൻ, ലോകത്തിന് വേണ്ടി വധിക്കപ്പെട്ടവൻ, അവനെ പരിഹസിച്ചുകൊണ്ട് അതിലെ കടന്നുപോയ മനുഷ്യരൊക്കെ പറഞ്ഞു, ഇവൻ രാജാവാണെന്നല്ലേ പറഞ്ഞത്, ഇറങ്ങി വരട്ടെ, അവനെ രക്ഷിക്കട്ടെ, ഞങ്ങളെയും രക്ഷിക്കുക. പരിഹസിച്ച് പറഞ്ഞു, കുരിശിൽ നഗ്നനാക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കുക, ഇന്ന് ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ശിരസ് നമിക്കുന്നത് സ്ലീബായുടെ മുമ്പിലാണ്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ തലവണങ്ങി കടന്നു പോകുന്നത് ഒരു രാജാവിൻ്റെ മുൻപിലല്ല, ക്രൂശിൽ നഗ്നനാക്കപ്പെട്ടവൻ്റെ. കുരിശ് സ്ലീബയായി നമ്മുടെ ദേവാലയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ മഹത്വമുള്ള കർത്താവിൻ്റെ മുൻപിൽ നാം ശിരസ് നമിച്ച് പോകുന്നതിൻ്റെ അർത്ഥം ഫൈനലി ദ വിക്ടറി ഈസ് ഓഫ് ഗാഡ്. അവസാനത്തെ വിജയം, അവസാനത്തെ വാക്ക് കർത്താവിനുള്ളതാണ്. നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒന്നും നമ്മെ ഭയപ്പെടുത്താതെ ഇരിക്കട്ടെ. കഷ്ടങ്ങൾ ഏറി വന്നാലും ഞാൻ ഭാഗ്യവാനായി തീരുന്നു എന്നോർക്കുക. കഷ്ടം ഏറി വരുമ്പോൾ എനിക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത കർത്താവിന് ഞാൻ കൂട്ടാളിയായി തീരുന്നു എന്നതോർക്കുക. പ്രത്യാശയുടെ ഒരു പുതിയ വർഷം സ്വർഗം പരിശുദ്ധാത്മ കൃപയിൽ നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യം കർത്താവ് നമ്മുടെ ഇടയിലേക്ക് മനുഷ്യനായി വന്നു എന്നതാണ്. ഇമ്മാനുവേലായതാണ്. കൂടെ വ്യാപരിക്കുന്നവനായ ദൈവം, അപരിചിതനായവനിലല്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നരുളി ചെയ്ത കർത്താവ് നമുക്ക് നൽകുന്ന ആത്മബലം, എൻ്റെ കൂടെ എൻ്റെ ദൈവം ഇമ്മാനുവേലായുണ്ട്. ഈ സന്ധ്യ അനുഗ്രഹീതമായി എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ സഭയുടെ നന്മയിലാണ്. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എളിയവനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഭയുടെ ശുശ്രൂഷകളിൽ ജീവകാരുണ്യപ്രദമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് ഈ സഭയ്ക്ക് ബലമുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സുവിശേഷത്തെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും സുവിശേഷത്തെ ജീവിക്കുകയും സുവിശേഷത്തെ പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സഭയായി ഞങ്ങൾ കൂടുതൽ കൃപയിൽ രൂപാന്തരപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി ശ്രേഷ്ഠ ബാബാ തിരുമേനിയോടും ഈ സഭയിലെ അനുഗ്രഹീതരായ മെത്രാപ്പോലീത്തമാരോടും വൈദികരോടും ശമ്മാശന്മാരോടും സന്യാസിനിമാരോടും ദൈവമക്കളോടും യുവാക്കളോടും കുഞ്ഞുങ്ങളോടും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കുള്ള സ്നേഹവും ആദരവും ബന്ധവും അറിയിക്കുന്നു. ഇത് നമ്മെ സ്വർഗത്തിൽ എത്തുവോളം അനുധാവനം ചെയ്യട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ശ്രേഷ്ഠ പിതാക്കന്മാരുടെ അനുവാദത്തോടെ ഒരു പാട്ടുകൂടി വേഗം